അപ്പോൾ കാവ്യശാസ്ത്ര സംബന്ധമായിട്ടുള്ള പാശ്ചാത്യ പൗരസ്ത്യ ദർശനങ്ങളിൽ പാശ്ചാത്യ ദർശനങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് കണ്ടു. അരിസ്റ്റോട്ടലിനെയും പ്ലേറ്റോയെയും യവന ഗ്രീക്ക് തത്വചിന്തകന്മാരിൽ പ്രഥമഗണനീയരായിട്ടുള്ളവരും അവരുടെ സിദ്ധാന്തങ്ങളും അവയിലെ വൈരുദ്ധ്യങ്ങളും സമാനതകളും നമ്മൾ കണ്ടെത്തുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഇത്തവണ വേറെ ഒന്ന് രണ്ട് പേരെ കൂടെ പരിചയപ്പെടാം. ഇപ്പോൾ എല്ലാവർക്കും സുപ്രഭാതം. ആഴ്സ് പൊയറ്റിക്ക നിങ്ങൾക്കറിയാം, ഹോരസിൻ്റെ കാവ്യശാസ്ത്ര ഗ്രന്ഥമാണ്. എന്താണ് യഥാർത്ഥത്തിൽ പ്രമുഖമായ അദ്ദേഹത്തിൻ്റെ പഠന ഗ്രന്ഥം എന്ന് പറയുന്നത് പിസോസിനെഴുതിയ ലേഖനമാണ്. പിസോസിനെഴുതിയ ലേഖനം, എപ്പിസൽ ടു പിസോസ്. ഇതിന് മറ്റൊരു പേരാണ് ആഴ്സ് പൊയറ്റിക്ക അഥവാ കാവ്യകല എന്നും പറയും. ഓക്കെ, പിസോസിനെഴുതിയ ലേഖനമാണ് ആഴ്സ് പൊയറ്റിക്ക അഥവാ കാവ്യകല. എന്താണ് ഇവയുടെ പ്രത്യേകത? കവിയശസ് എന്ന് പറയുമ്പോൾ എന്താ? കവിത എഴുതുന്നതിലൂടെ കവിക്ക് ലഭ്യമാകേണ്ടത്. കാവ്യം യശസ്സേ അർത്ഥകൃതേ ശിവേതരേ സ അദ്യപരനിർവൃതേ കാന്താ സംഹിതയോ ഉപദേശിച്ചേ. കാവ്യപ്രയോജനത്തെക്കുറിച്ച് നമ്മുടെ ഭട്ടൻ പറഞ്ഞിട്ടുള്ള ഇവിടെ കാവ്യത്തിൻ്റെ ഒരു പ്രയോജനം എന്താണെന്നാണോ കവിത എഴുതുന്ന ആൾ ആഗ്രഹിക്കുന്നത് അതിന് പര്യാപ്തമായ വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുക. കവി ഏത് രീതിയിലാകണമെന്ന് ആഗ്രഹിച്ച് കവിത എഴുതുന്നുവോ ആ കവിക്ക് ആ കവിയുടെ യശസ് ആഗ്രഹിക്കുന്നതിന് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് ആവശ്യമായ ചട്ടങ്ങൾ, നിയമങ്ങൾ എന്നിവ ക്രോഡീകരിച്ച് നൽകുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായി. ആരുടെ? ഹോരസിൻ്റെ ആഗ്രഹം. കവിയശസ് അനുഗ്രഹിക്കുന്നവർക്കായി ചട്ടങ്ങളും നിയമങ്ങളും ക്രോഡീകരിക്കുക എന്നതായിരുന്നു ഹോരസിൻ്റെ ലക്ഷ്യം. അദ്ദേഹം അതിനുവേണ്ടി എഴുതിയതാണ് ആഴ്സ് പൊയറ്റിക്ക. കവിയശസ് ആഗ്രഹിക്കുന്നവർക്കായി ചട്ടങ്ങളും നിയമങ്ങളും ക്രോഡീകരിക്കുക എന്നുള്ളതാണ് കാവ്യകല. പിസോസിനെഴുതിയ ലേഖനമാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം. യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം ഒരു വിശകലനാത്മകമായിട്ടുള്ള ഗ്രന്ഥമാണ്. അതായത് കവിതയെക്കുറിച്ച് ആധികാരികമായ ചില വിശകലനങ്ങൾ ഹോരസ് ആഴ്സ് പൊയറ്റിക്കയിൽ നടത്തുന്നുണ്ട് കേട്ടോ. അതിൽ തന്നെ കവിയെക്കുറിച്ച് പല വിധത്തിലുള്ള കാവ്യങ്ങളെക്കുറിച്ച് അവ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്തിന് ഒടുവിൽ ദൃശ്യകലാരൂപത്തെക്കുറിച്ച് വരെ അദ്ദേഹം വ്യക്തമായ നിഗമനങ്ങളോടുകൂടിയ വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത്രയും സമഗ്രമായ രീതിയിലുള്ള ഒരു കാവ്യശാസ്ത്ര ഗ്രന്ഥം
ആ കാലഘട്ടത്തിൽ രചിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അദ്ദേഹത്തിന് മുൻപുള്ള മാതൃകകൾക്കെല്ലാം പരിമിതികളുണ്ട്. നല്ല സിദ്ധാന്തങ്ങൾ അരിസ്റ്റോട്ടലിൻ്റെ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പരിമിതികളുണ്ട്. അതിനെ ഉല്ലംഘിക്കും വിധത്തിലുള്ള ഒരു സമഗ്രത കൈവരിക്കുവാനുള്ള ശ്രമം ഈ കാവ്യശാസ്ത്ര ഗ്രന്ഥത്തിൽ നടന്നു കാണും. ഹോരസിൻ്റെ കവിതാപഠന ഗ്രന്ഥമായ ആഴ്സ് പൊയറ്റിക്ക ഇത്തരണത്തിലാണ് ഏറെ പ്രസക്തവും ശ്രദ്ധേയവുമായിത്തീരുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കൃതിയിലെ 3 ഭാഗങ്ങൾ വിവരിക്കുന്നു. ഒന്ന് പോയസിസ് ആണ്. പോയസിസ്. 2 പോയമ. 3 പോയറ്റ. ഇങ്ങനെ തിരിച്ചുകൊണ്ടുള്ള ഒരു വിഭജനം. ഗ്രീക്ക് നാടാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഈ കവിത, അതുപോലെ തന്നെ കാവ്യം, സാധാരണ കവിത, പിന്നെ കാവ്യം, പിന്നെ നാടകാദി കാവ്യ തുല്യങ്ങളായ സാഹിത്യരൂപങ്ങൾ ദൃശ്യകലയ്ക്ക് തോന്നുന്നു. അപ്പോൾ ആ രീതിയിൽ അവയൊക്കെ പ്രത്യേകമായി നോക്കിക്കണ്ട് നിയമം ചെയ്യുവാനുള്ള ഒരു സന്നദ്ധത അദ്ദേഹം പ്രകടിപ്പിച്ചു കാണുന്നു. അതാണ് പോയസിസ്, പോയമ, പോയറ്റ എന്നിങ്ങനെ ആഴ്സ് പൊയറ്റിക്കയിലെ കവിതാ വിശകലനത്തെ അദ്ദേഹം വിഭജിച്ചിരിക്കുന്നു. ഹോരസ് മഹാകാവ്യങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നു. മാത്രമല്ല, വളരെ വിശേഷമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഹോരസ് മഹാകാവ്യം എഴുതാൻ വേണ്ടി ഇന്ന വൃത്തം, മീറ്റർ എന്നാണല്ലോ ഇംഗ്ലീഷിലൊക്കെ പറയുക, ഇന്ന ഒരു താളത്തിലുള്ള ഘടന സ്വീകരിക്കണമെന്ന് കൂടി പറയുന്നുണ്ട്. അത് ഇയാംബിക് ഹെക്സാമീറ്റർ, ഇയാംബിക് ഹെക്സാമീറ്റർ എന്ന ഒരു പ്രത്യേക വൃത്തം മഹാകാവ്യങ്ങൾക്ക് അനുഗുണമായ രീതിയിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേകത കൂടി കാണുന്നു. മാത്രമല്ല, ഒരു നാടകം അവതരിപ്പിക്കുകയാണെങ്കിൽ അതിന് പരമാവധി ഒരു 5 അംഗമെങ്കിലും ഉണ്ടാവണം എന്ന് അദ്ദേഹം ആ കൃതിയിൽ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ എങ്ങനെ വേണം കവിയശസ് ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ള ചട്ടങ്ങളും നിയമങ്ങളും പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണിത്. ഇവയെല്ലാം സമഗ്രമായിട്ട് നമ്മൾ പറയുകയോ വിശകലനം ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു നാടകത്തിൽ 5ഓളം അംഗം വേണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. പിന്നെ ആ കൃതിയെ തന്നെ പോയസിസ്, പോയമ, പോയറ്റ എന്നിങ്ങനെ വിഭജിക്കുന്നുണ്ട്. ഇയാംബിക് ഹെക്സോമീറ്റർ എന്നൊരു വൃത്തം മഹാകാവ്യത്തിന് ഉതകുന്നതാണെന്നുള്ള നിർദ്ദേശമുണ്ട്. ഒരു നാടകത്തിൽ എത്ര അംഗം വേണമെന്ന് പറയുന്നുണ്ട്, 5ഓളം അംഗം വേണമെന്ന് പറയുന്നുണ്ട്. നാടകത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് അദ്ദേഹം കോറസിനെയാണ് കണക്കാക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള പുതുമയുള്ള ഒരു കണ്ടെത്തൽ, അതല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു നിർദ്ദേശം, കോറസിനാണ് ഏറ്റവും പ്രാധാന്യം. ഇവിടെ നാടകത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടാണ് കോറസിനെ അദ്ദേഹം കരുതുന്നത്. അതായത് ഗായക വൃന്ദം, ഒരു കൂട്ടം ആൾക്കാരൊന്നൊരുമിച്ച് പാടുന്നതാണല്ലോ വേർപാടുക എന്നൊക്കെ പറയുമല്ലോ, പള്ളിയിലും മറ്റുമൊക്കെ ഉള്ള പരിചയമുള്ള കാര്യമാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് പ്രത്യേകിച്ചും ഗ്രീക്കിലെ ദുരന്ത നാടകങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം രൂപപ്പെട്ട് സമയത്താണല്ലോ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഗായക വൃന്ദം വേണം. ഒരു നാടകത്തിനൊരു തനിമയും താളാത്മകതയും കൈവരുത്തണമെങ്കിൽ അതാണ് അനിവാര്യമാണ്. അല്ലെങ്കിൽ അതിനൊരു അപൂർണത പോലെ തോന്നും എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. യഥാർത്ഥത്തിൽ
നമ്മുടെ ഈ അദ്ദേഹത്തിൻ്റെ ആർട്സ് പോയറ്റിക്ക ഈ അന്ന് നിലവിലിരുന്ന കാവ്യ വിഭാഗങ്ങളെയൊക്കെ തന്നെ സാമാന്യമായി പരാമർശിച്ച് അവയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാഴ്ചപ്പാട് വ്യക്തമായി പുലർത്തുന്ന കൃതിയാണ്. യഥാർത്ഥത്തിൽ സംസ്കൃതത്തിലെ കവിശിക്ഷ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ടായിട്ടുണ്ട്. അതിന് സമാനമായിട്ടുള്ള ഒന്നാണ് ഈ ആർട്സ് പോയറ്റിക്ക എന്ന് ചില നിരൂപകന്മാർ വിലയിരുത്തി കാണും. സംസ്കൃത സാഹിത്യ മീമാംസയിലെ കവിശിക്ഷയെ ഓർമ്മിപ്പിക്കുന്ന പാശ്ചാത്യ അലങ്കാരിക ഗ്രന്ഥമായിട്ടാണ് ആർട്സ് പോയറ്റിക്കയെ ചിലർ നിരീക്ഷിക്കുന്നത്. ഏതായാലും ആ കാലഘട്ടത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു രചനയാണ്. കാവ്യശാസ്ത്ര മേഖലയിൽ ഹോരസിന് ഒരു സുപ്രധാന സ്ഥാനമുണ്ട് എന്ന് നമുക്ക് ഇതിനോട് മനസ്സിലായി. എസ്സേസ് ഓൺ ദ സബ്ലൈം എന്ന കൃതിയിലൂടെ കാവ്യശാസ്ത്ര രംഗത്ത് അഥവാ പാശ്ചാത്യ സാഹിത്യ ദർശന ചരിത്രത്തിൽ ഒരു ശ്രദ്ധേയമായ സ്ഥാനം നേടിയ വ്യക്തിത്വമാണ് ലോങ്കിനസ്. എസ്സേസ് ഓൺ ദ സബ്ലൈം, അവിടെ ഓൺ ദ സബ്ലൈം എന്ന വാക്കിൽ തന്നെ ഉദാത്തതയെക്കുറിച്ച് എന്ന് അർത്ഥം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഉദാത്തത എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ലോങ്കിനസ് എന്തിൻ്റെ വക്താവാണ്? ഉദാത്തതാവാദത്തിൻ്റെ വക്താവാണ്. ഫോസ്ഫറിസ് ടെറന്റിയാനുസ് ആണെന്ന് തോന്നുന്നു, കറക്റ്റാണോ പോസ്റ്റമിസ് ടെറന്റിയാനുസ് എന്ന ഒരു സുഹൃത്തിനെ കുറിച്ച് അദ്ദേഹം ഓർത്തുകൊണ്ടാണ് ആ കൃതി ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ കൃതിയിലെ ഒരു പ്രത്യേകതയാണ്. ഓൺ ദ സബ്ലൈം, എസ്സേസ് ഓൺ ദ സബ്ലൈം. ഫോസ്ഫമിസ് ടെറന്റിയാനുസ് എന്ന റോമൻ സുഹൃത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഒരു കൃതിയാണ്. യഥാർത്ഥത്തിൽ കേകിലിയൂസ് എന്ന ഒരു പണ്ഡിതനുണ്ട്. കേകിലിയൂസ് ഈ കേകിലിയൂസിൻ്റെ ചില വാദമുഖങ്ങളിലാണ് ഈ ഉദാത്തത ഇദ്ദേഹത്തിന് മണത്തുള്ളത്. അപ്പോൾ ഉദാത്തതയെക്കുറിച്ചുള്ള കേകിലിയൂസിൻ്റെ വാദമുഖങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചയാണ് യഥാർത്ഥത്തിൽ ലോങ്കിനസ് ഈ കൃതിയിൽ നടത്തിയിരിക്കുന്നത്. മഹോന്നതമായ മനസ്സിൻ്റെ സൃഷ്ടിയാണ് ഉദാത്തത എന്നാണ് ലോങ്കിനസ് പ്രസ്താവിക്കുന്നത്. മഹോന്നതമായ മനസ്സിൻ്റെ സൃഷ്ടിയാണ് ഉദാത്തത എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉദാത്തതയ്ക്ക് അനുഗുണമായ പല ഘടകങ്ങളെയും കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കത് ചുരുക്കി ഒന്ന് പരാമർശിച്ചു പോകാം. വിശാലമായിട്ട് നിങ്ങൾ പിന്നീട് മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ സാഹിത്യകാരൻ്റെ ചിന്തകളിലാണ് ആ ആശയങ്ങളും ആശയത്തിനെ രൂപീകരിക്കുന്ന ഭാഷാഘടകങ്ങളും ഒക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ചിന്തയ്ക്ക് പ്രാധാന്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ചിന്തയിലൂടെ വരുന്ന ആശയ രൂപീകരണവും അവയ്ക്കുള്ള ഒരു രൂപഘടനയുമൊക്കെ കൈവരുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു വൈകാരിക വേലിയേറ്റമുണ്ടല്ലോ, അതിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ ചിന്തയ്ക്ക് പ്രാധാന്യമുണ്ട്, വികാരത്തിനും പ്രാധാന്യമുണ്ട്. എന്നാൽ അത് മാത്രമല്ല, ഈ ചിന്തയും വികാരങ്ങളും കൊണ്ട് നമ്മളിങ്ങനെ കവിത ഇങ്ങനെ കെട്ടിപ്പടുക്കുമ്പോൾ അതിൽ വന്നു ചേരുന്ന പല വിധത്തിലുള്ള പ്രയോഗങ്ങൾ, ശൈലികൾ, അലങ്കാര കൽപ്പനകൾ, ഇവയെല്ലാം ചുരുക്കത്തിൽ ഉക്തി വൈചിത്ര്യങ്ങളെന്ന് പറയാം. അതും പ്രധാനമാണ്. ഉദാത്തതയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനമാണ് ചിന്ത, വികാരം, ഉക്തി വൈചിത്ര്യങ്ങൾ. ഇത് മാത്രമല്ല, പിന്നീട് പദവിന്യാസവും ഇക്കൂട്ടത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്.
അപ്പോൾ വികാരം, ചിന്ത, ഉക്തിവൈചിത്ര്യങ്ങൾ, പദവിന്യാസം, സംരചന. സംരചന എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ മൊത്തത്തിലുള്ള കൂടെയുള്ള ഒരു ഘടന. ആ കാര്യത്തിൽ കവി ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. അതാണ് ലോങ്നെസ് പറയുന്നത്. അപ്പോൾ ചിന്ത, വികാരം, ഉക്തിവൈചിത്ര്യങ്ങൾ, പദവിന്യാസം, സംരചന എന്നീ കാര്യങ്ങൾക്കാണ് ഉദാത്തതാവാദത്തിൽ ലോങ്നെസ് ഉദാത്തതയുടെ ഘടകങ്ങൾ എന്നുള്ള നിലയ്ക്ക് പ്രാധാന്യം നൽകുന്നത്. യഥാർത്ഥത്തിൽ ഉദാത്തതയുടെ ഘടകങ്ങളാണിവ. ചിന്തയും വികാരവും ഉക്തിവൈചിത്ര്യങ്ങളും പദവിന്യാസവും സംരചനയും എല്ലാം. ഓക്കെ. നാട്ടുഭാഷയ്ക്ക് ഉള്ള പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം എടുത്തു പറയുന്നില്ല. എങ്കിലും ലോങ്നെസിൻ്റെ ഉദാത്തതാവാദം പിൽക്കാലത്ത് പലരും അംഗീകരിക്കുകയും പുകഴ്ത്തുകയും പലരും വീണ്ടും തുടർ പഠന വിധേയമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായിരിക്കട്ടെ, ഇനി നമ്മൾ കൂടുതൽ ലോങ്നെസിനെ കുറിച്ച് പറഞ്ഞ് കാട് കയറണ്ട. പക്ഷേ അത് എത്ര പറഞ്ഞാലും തീരാത്ത രീതിയിലുള്ള ഒരു സിദ്ധാന്തമാണ്. അത് വർദ്ധിക്കുക മഹോന്നതമായ മനസ്സിൻ്റെ സൃഷ്ടിയാണ് ഉദാത്തത എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉദാത്തതയെക്കുറിച്ച് വിശകലനം ചെയ്യുന്നത്. വിശകലനം ചെയ്യുന്ന കൂട്ടത്തിലാണ് അതിന് 5 ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞത്. ചിന്ത, വികാരം, ഉക്തിവൈചിത്ര്യങ്ങൾ, പദവിന്യാസം, സംരചന തുടങ്ങിയവ. പിന്നെ അതിൻ്റെ ബേസിലുള്ള വിവരണമാണ് അദ്ദേഹം നൽകുന്നത്. ഓക്കെ, നോക്കാം. പിന്നെ അടുത്ത ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, ദാന്തെ ഈ വഴിത്താരയിലെ പ്രസിദ്ധനായ ശ്രദ്ധേയനായ ഒരു കാവ്യശാസ്ത്രകാരനാണ്, സാഹിത്യശാസ്ത്രകാരനാണ്, പാശ്ചാത്യ പണ്ഡിതനായ ദാന്തെ. ദാന്തെയെ നമുക്കറിയാം അല്ലേ? മുമ്പേ തന്നെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഡിവൈൻ കോമഡിയിലൂടെ പ്രസിദ്ധനാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ ലാറ്റിൻ ഭാഷയിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണ് ഡിവൈൻ കോമഡി. പിന്നീട് ആ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ടായി. ഇദ്ദേഹം ഇറ്റലിക്കാരനാണ്. ആരാ? ദാന്തെ ഇറ്റലിക്കാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ലാറ്റിൻ ഭാഷയിൽ എഴുതിയ ഈ ഡിവൈൻ കോമഡിയെ പിന്നീട് ഇറ്റാലിയൻ ഭാഷയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ അത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ദാന്തെ പറഞ്ഞ മറുപടി, അവരവരുടെ ഭാഷയിൽ ലളിതമായ ശൈലിയിൽ അവതരിക്കപ്പെടുന്നതാണ് ഏറ്റവും നല്ല കൃതി. അപ്പോൾ ഇവിടെ ഉദാത്തത അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ മർമ്മമായിട്ട് അദ്ദേഹം കരുതുന്നത് ഭാഷാപരമായ ലാളിത്യം കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള രചന. മറ്റുള്ള ഗുണങ്ങളുണ്ടാവണം, പക്ഷേ ലളിതസുന്ദരമായ ഭാഷയായിരിക്കണം. അക്കാര്യത്തിൽ ദാന്തെയ്ക്ക് നിർബന്ധം ഉണ്ടായി. ഏറ്റവും നല്ല ഭാഷ ഏറ്റവും നല്ല ചിന്തകൾക്കിണങ്ങുന്നു എന്നാണ് ദാന്തെ പ്രഖ്യാപിച്ചതായി കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണിത്. ഏറ്റവും നല്ല ഭാഷ ഏറ്റവും നല്ല ചിന്തകൾക്ക് ഇണങ്ങുന്നു എന്ന് ദാന്തെ. ഏറ്റവും നല്ല ഭാഷ ഏറ്റവും നല്ല ചിന്തകൾക്ക് ഇണങ്ങുന്നു. അപ്പോൾ ഇത് ഒരു വഴിത്തിരിവ് തന്നെ സൃഷ്ടിച്ചു, ഈ ഒരു കാഴ്ചപ്പാട്. അദ്ദേഹം ഡി വൾഗാരി എലക്വിൻഷ്യ എന്ന കൃതിയിൽ തൻ്റെ കാവ്യവീക്ഷണത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ വിവരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ദാന്തെയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചാൽ ധാരാളം വിവരങ്ങൾ കിട്ടും. വേഡ്സ്വർത്ത് അവതരിപ്പിച്ചിട്ടുള്ള കാവ്യ വീക്ഷണത്തോട് ഏതാണ്ട് ആ പരിസരത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു വീക്ഷണമാണ് ദാന്തെയും അവതരിപ്പിച്ചിട്ടുള്ളത് മുൻകാലത്ത്. ഏറ്റവും നല്ല ഭാഷ ഏറ്റവും നല്ല ചിന്തകൾക്കിണങ്ങുന്നു പ്രഖ്യാപിച്ചുകൊണ്ട് ലാളിത്യമാർന്ന ഭാഷയാണ് കാവ്യത്തിൻ്റെ ജീവൻ അല്ലെങ്കിൽ സാഹിത്യകൃതിയുടെ മർമ്മം എന്ന് അദ്ദേഹം സിദ്ധാന്തിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അലക്സാണ്ടർ പോപ്പ് എന്ന ഒരു സാഹിത്യ സൈദ്ധാന്തികൻ നമുക്കുണ്ട്. അദ്ദേഹം എഴുതിയ കൃതി എസ്സേ ഓൺ ദ ക്രിറ്റിസിസം എന്ന രചനയാണ്. അതിൽ സാഹിത്യ വിമർശനം എങ്ങനെ വേണം, അതുപോലെ തന്നെ
സാഹിത്യ വിമർശനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്താവണം, അതുപോലെ ഒരു കാവ്യം നന്നായി വരണമെങ്കിൽ എന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം എസ്സേ ഓൺ ദ ക്രിറ്റിസിസം എന്ന കൃതിയിൽ അലക്സാണ്ടർ പോപ്പ് വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു കാവ്യശാസ്ത്രകാരനാണെന്ന് പറഞ്ഞുവല്ലോ. യഥാർത്ഥത്തിൽ ഈ എസ്സേ ഓൺ ക്രിറ്റിസിസം എഴുതുവാൻ അലക്സാണ്ടർ പോപ്പിന് മാർഗദർശനം നൽകിയത് യഥാർത്ഥത്തിൽ ഹോറസിൻ്റെ ആർട്സ് പോയറ്റിക്കയായിരുന്നു. അത് വായിച്ച് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കൂടുതൽ ഉപരിയായിട്ട് ചിന്തിച്ച് അദ്ദേഹം എസ്സേ ഓൺ ക്രിറ്റിസിസം എഴുതുന്നത്. അല്ല, എസ്സേ ഓൺ ദ സബ്ലൈം കണ്ടിട്ടല്ല, അദ്ദേഹം ആർട്സ് പോയറ്റിക്കയാണ് അദ്ദേഹത്തിന് പ്രചോദനമായത്. മറ്റൊന്ന്, സൗന്ദര്യശാസ്ത്രപരമായ ചില വിശകലനങ്ങൾ നടത്തുന്ന ഒരു പാശ്ചാത്യ ചിന്തകനുണ്ട്, ബെനഡിറ്റോ ക്രോച്ചി. അദ്ദേഹം ഈസ്തെറ്റിക്സ് ഒരു ശാസ്ത്രശാഖയായിട്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച ആളാണ്. സൗന്ദര്യാത്മക വാദത്തിന് മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിത്വം. അദ്ദേഹം ഈസ്തെറ്റിക് എന്ന പേരിൽ തന്നെ ഒരു സൗന്ദര്യശാസ്ത്ര ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഈസ്തെറ്റിക്സ് എന്ന പേരിൽ ബെനഡിറ്റോ ക്രോച്ചി ഒരു സൗന്ദര്യശാസ്ത്ര ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ക്രോച്ചോയുടെ അഭിപ്രായത്തിൽ ജ്ഞാനത്തിന് രണ്ട് രൂപങ്ങളാണുള്ളത്. ഒന്ന് അന്തർജ്ഞാനപരമായ അറിവ്. അപ്പോൾ അന്തർജ്ഞാനപരമായ അറിവ് എന്ന ഒന്ന് ക്രോച്ചയുടെ സൗന്ദര്യ ദർശനത്തിൻ്റെ ഭാഗമായിട്ട് പറയപ്പെടുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ ഗ്രന്ഥമായിട്ടുള്ള ഈസ്തെറ്റിക് എന്ന കൃതിയിൽ ആണ് അത് കാണുന്നത്. അന്തർജ്ഞാനപരമായ അറിവും യുക്തിശാസ്ത്രപരമായ അറിവും, ഇൻറ്റ്യൂറ്റീവ് നോളജ്, ലോജിക്കൽ നോളജ് എന്നിങ്ങനെ രണ്ട് വിഭാഗം. അപ്പോൾ ക്രോച്ചയുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട്, അന്തർജ്ഞാനപരമായ അറിവും യുക്തിശാസ്ത്രപരമായ അറിവും എന്ന്. ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ അഥവാ ജ്ഞാനത്തിൻ്റെ രണ്ട് രൂപങ്ങളെക്കുറിച്ച് ബെനഡിറ്റോ ക്രോച്ചി പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ടിലുമായിട്ട് സൗന്ദര്യാത്മക വീക്ഷണത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കൃതിക്ക് തന്നെ രണ്ട് ഭാഗങ്ങളായിട്ട് അദ്ദേഹം കൽപ്പിക്കുന്നുണ്ട്. തിയറി ഓഫ് ഈസ്തെറ്റിക്കാണ് ഒരു ഭാഗത്ത് വിശദമായി ചർച്ച ചെയ്യുന്നത്. സൗന്ദര്യാത്മക ശാസ്ത്രത്തിൻ്റെ ആ ഒരു സൈദ്ധാന്തിക തലം, അതാണ് തിയറി ഓഫ് ഈസ്തെറ്റിക്. മറ്റൊന്ന് ഹിസ്റ്ററി ഓഫ് ഈസ്തെറ്റിക്സ്, വിവിധ തരത്തിലുള്ള സൗന്ദര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വിവരിക്കുന്നതാണ് ഒരു ഭാഗം. അപ്പോൾ ഒന്ന് സിദ്ധാന്തവും ഒന്ന് പല കാഴ്ചപ്പാടും. അപ്പോൾ തിയറി ഓഫ് ഈസ്തെറ്റിക്സ് എന്നും ഹിസ്റ്ററി ഓഫ് ഈസ്തെറ്റിക്സ് എന്നും രണ്ട് ഭാഗങ്ങൾ ഈ രചനയിൽ കാണുന്നു. ഏത് രചനയിലാണ്? ബെനഡിറ്റോ ക്രോച്ചയുടെ സൗന്ദര്യശാസ്ത്ര ഗ്രന്ഥമായ ഈസ്തെറ്റിക് എന്ന ഗ്രന്ഥത്തിൽ. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്ന ഈ രണ്ട് ഭാഗങ്ങളിൽ തിയറി ഓഫ് ഈസ്തെറ്റിക്സ്, ഹിസ്റ്ററി ഓഫ് ഈസ്തെറ്റിക്സ്, ഇത് സമഗ്രമായിട്ടൊരു സൗന്ദര്യ അവബോധം വായനക്കാരനിൽ അല്ലെങ്കിൽ അതിൻ്റെ ആസ്വാദകനിൽ എന്ന് പറയുന്നതിനേക്കാൾ വായനക്കാരനിൽ അല്ലെങ്കിൽ പഠിതാവിൽ ഉണർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ജ്ഞാനത്തിൻ്റെ രണ്ട് രൂപങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അന്തർജ്ഞാനപരമായ അറിവും യുക്തിശാസ്ത്രപരമായ അറിവും. യഥാർത്ഥത്തിൽ ഈ അന്തർജ്ഞാനപരമായ അറിവെന്ന് പറയുന്നത് ഏറെക്കുറെ ഭാവനയിലൂടെ ആർജിക്കുന്നതാണെന്ന് അദ്ദേഹം പറയുന്നു. അന്തർജ്ഞാനപരമായ അറിവ് ഏറെക്കുറെ ഭാവനയിലൂടെ ആർജിക്കുന്നു. എന്നാൽ യുക്തിശാസ്ത്രപരമായ അറിവ് യഥാർത്ഥത്തിൽ ധിഷണ ഉപയോഗിച്ചാണ് ആർജിക്കുന്നത് എന്ന് അദ്ദേഹം. അത് ശരിയാണല്ലോ. യുക്തിപരമായി ചിന്തിച്ച ഓരോ കാര്യങ്ങൾ, വസ്തുതകൾ കണ്ടെത്തുക, നിരീക്ഷണ വിധേയമായിട്ട് അതൊക്കെ ചെയ്യുന്നത് ബുദ്ധിയാണ്, ധിഷണയാണ്. അപ്പോൾ അന്തർജ്ഞാനപരമായ അറിവ് ഭാവനയിലൂടെ, അതായത് ഇമാജിനേഷനിലൂടെ ആർജിക്കുമ്പോൾ യുക്തിശാസ്ത്രപരമായ അറിവ് ധിഷണയിലൂടെ, ഇൻ്റലക്റ്റ് ആയിട്ടുള്ള ആ ഒരു ആർജനമാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ
ഈ അന്തർജ്ഞാനപരമായ അറിവിനെ വ്യക്തിപരമായ അറിവ് എന്നുകൂടി ക്രോച്ചെ വിശേഷിപ്പിക്കുന്നു. അന്തർജ്ഞാനപരമായ അറിവ് അഥവാ വ്യക്തിപരമായ അറിവ് ഭാവനയിലൂടെ ആർജിക്കുന്നതാണ് എന്ന് പറയുന്നു അദ്ദേഹം. ഭാവനയിലൂടെ ആർജിക്കുന്ന അറിവായ ഈ അന്തർജ്ഞാനപരമായ അറിവ് യഥാർത്ഥത്തിൽ വ്യക്തിപരമായ അറിവാണ് എന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം യുക്തിശാസ്ത്രപരമായ അറിവിൻ്റെ അടിസ്ഥാനം ധിഷണയാണെന്ന് പറയുന്ന അദ്ദേഹം ഈ യുക്തിശാസ്ത്രപരമായ അറിവിനെ ലോകസാമാന്യമായ അറിവായിട്ടും ക്രോച്ചെ നിരീക്ഷിക്കുന്നുണ്ട്. യുക്തിശാസ്ത്രപരമായ അറിവിനെ ലോകസാമാന്യമായ അറിവായിട്ട് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അതായത് ആശയങ്ങൾക്ക് രൂപം നൽകുന്ന അറിവിനെയാണ് എന്ത് പറയുക, യുക്തിശാസ്ത്രപരമായ അറിവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രതിഭ എന്നുള്ള വസ്തുത കവിക്ക് ആവശ്യമുള്ള കാര്യമാണ് എന്നൊരു ബോധ്യം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ക്രോച്ചയ്ക്ക്. സൗന്ദര്യവാദിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു പക്ഷമുണ്ടായിരുന്നു. കലാപ്രതിഭയ്ക്ക് അങ്ങനെ പ്രതിഭ വേണം, പക്ഷേ ആ കലാപ്രതിഭയ്ക്ക് പ്രതിഫലനാത്മക ബോധം ആവശ്യമാണെന്നും അദ്ദേഹം സിദ്ധാന്തിക്കുന്നുണ്ട്. കലാപ്രതിഭയ്ക്ക് കലാകാരൻ അല്ലെങ്കിൽ കല അവതരിപ്പിക്കുന്നത് പ്രതിഭ വേണം, പക്ഷേ ആ കലാപ്രതിഭയ്ക്ക് പ്രതിഫലനാത്മക ബോധം വേണം, റിഫ്ലക്റ്റീവ് കോൺഷ്യസ്നസ് എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ അവതരിപ്പിച്ചിട്ട് അതിനെ പ്രതിഫലിപ്പിക്കുവാൻ, അതിനെ വേറൊരു തരത്തിൽ പ്രതിഫലിപ്പിക്കുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കഴിയണം. പ്രതിഫലനാത്മക ബോധം വേണം. എങ്കിൽ മാത്രമേ കലാപ്രതിഭ മേന്മയേറിയതാവുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ യുക്തിശാസ്ത്രപരമായ അറിവ് എന്ന് പറയുന്നത് ആശയങ്ങൾ രൂപം കൊടുക്കുന്നതാണ്. ലോകസാമാന്യമായ അറിവിനെയാണ് യുക്തിശാസ്ത്രപരമായ അറിവായിട്ട് കരുതുന്നത്. യഥാർത്ഥത്തിൽ യുക്തിശാസ്ത്രപരമായ അറിവിന് അടിസ്ഥാനമായിട്ടുള്ളത് ധിഷണയാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വ്യക്തിപരമായ അറിവാണ് അന്തർജ്ഞാനപരമായ അറിവ് എന്നും നമ്മൾ പറഞ്ഞു. അന്തർജ്ഞാനപരമായ അറിവ് ഭാവനയിലൂടെ ആർജിക്കുന്നതാണ് എന്നും പറഞ്ഞു. ബിംബങ്ങൾക്ക് ഓരോ അവതരിപ്പിക്കുന്ന ബിംബങ്ങൾക്ക്, അതായത് ബിംബങ്ങളെ പ്രതിമാനങ്ങളെന്നും പറയാം. അപ്പോൾ ബിംബങ്ങൾക്ക് അഥവാ പ്രതിമാനങ്ങൾക്ക് രൂപം നൽകുന്നത് അന്തർജ്ഞാനപരമായ അറിവാണ്. അതായത് ഭാവനയിലൂടെ കൽപ്പിക്കുന്ന അറിവ്. അതിനെയാണ് ബിംബങ്ങൾക്ക് അഥവാ പ്രതിമാനങ്ങൾക്ക് രൂപം നൽകുന്ന അറിവായിട്ട് കൽപ്പിക്കുന്നത്. ആശയങ്ങൾക്ക് രൂപം നൽകുന്ന അറിവ് യുക്തിശാസ്ത്രപരമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിഫലനാത്മക ബോധം അവശ്യ സിദ്ധിയാണ് കലാപ്രതിഭയ്ക്കെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ തൻ്റെ സൗന്ദര്യ അവബോധത്തെ അവതരിപ്പിക്കുന്നതിലൂടെ അദ്ദേഹം പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈസ്തെറ്റിക് എന്ന കൃതിയിലൂടെ ആണ് ഇതെല്ലാം പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യൻ്റെ ആ ഒരു ഇച്ഛാപരമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് സൈദ്ധാന്തിക പ്രവർത്തനവും പ്രായോഗിക പ്രവർത്തനം എന്നിങ്ങനെ രണ്ട് പ്രവർത്തന രീതികൾ മനുഷ്യൻ്റെ പക്ഷത്ത് തന്നെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം അന്തർജ്ഞാനപരമായ അറിവും യുക്തിശാസ്ത്രപരമായ അറിവിനെയും കുറിച്ച് പറഞ്ഞു. പക്ഷേ അത് പ്രതിഫലനാത്മക ബോധം വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതെല്ലാം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സൈദ്ധാന്തിക പ്രവർത്തനവും പ്രായോഗിക പ്രവർത്തനവും വ്യത്യസ്തമായിട്ടിരിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നിലനിൽക്കുന്നത് പോലെ തന്നെ ഉള്ള ഒരു സത്യമാണ് എന്ന് അദ്ദേഹം സിദ്ധാന്തിക്കുകയും തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കാൽപ്പനികതയുടെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന ചില സൈദ്ധാന്തിക വ്യതിയാനങ്ങളെയാണ് പരിശോധിക്കേണ്ടത്. റൂസോ എഴുതിയ കൺഫഷൻസാണ് കാൽപ്പനികതയുടെ പടവിളി മുഴക്കിയ ആദ്യ ഗ്രന്ഥം എന്ന് പറയാം. കാൽപ്പനികതയുടെ പടവിളി മുഴക്കിയ ആദ്യ ഗ്രന്ഥം റൂസോയുടെ കൺഫഷൻസ് എന്ന കൃതിയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നിയോ ക്ലാസിസത്തിൻ്റെ ജീർണതയ്ക്കെതിരെ ആഞ്ഞടിച്ചൊരു പ്രസ്ഥാനമായിരുന്നു കാൽപ്പനിക പ്രസ്ഥാനം. കാൽപ്പനികതയ്ക്ക് ചില പ്രത്യേക സവിശേഷതകളുണ്ട്.
അത് പ്രധാനമായിട്ടും അടുക്കി പറഞ്ഞാൽ നിയോ ക്ലാസിസത്തിൻ്റെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമാണ്. അതായത് വ്യക്തികേന്ദ്രിത ലോകവീക്ഷണം അതിൽ പ്രധാനമാണ്. ലോകവീക്ഷണം കവികൾക്ക് വേണ്ട എന്ന് കാൽപ്പനികർ പറയുന്നില്ല. പക്ഷേ വ്യക്തികേന്ദ്രിത ലോകവീക്ഷണമാണ്. മറ്റൊന്ന് സ്വപ്നങ്ങളിൽ, ഭാവനയിൽ, അല്ലേ, സ്വപ്നങ്ങളിൽ അഭിരമിക്കൽ. അപ്പോൾ വ്യക്തികേന്ദ്രിത ജീവിത വീക്ഷണം, സ്വപ്നങ്ങളിൽ അഭിരമിക്കൽ, അമിതമായ വൈകാരികത, ഇവയെല്ലാം കാൽപ്പനികതയുടെ ഒരു സവിശേഷതകളായി ചൂണ്ടിക്കാട്ടുന്നു. ഭാഷയുടെ ലാളിത്യവും കൂടെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട്, അല്ലേ. അപ്പോൾ ആത്മനിഷ്ഠത തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വ്യക്തികേന്ദ്രിത ലോകവീക്ഷണം എന്ന് പറയുമ്പോൾ. വ്യക്തികേന്ദ്രിത ലോകവീക്ഷണം, സ്വപ്നങ്ങളിൽ അഭിരമിക്കൽ, അതിവൈകാരികത തുടങ്ങിയവ കാൽപ്പനികതയുടെ പ്രധാന സവിശേഷതകളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സാഹിത്യം അനുകരണമല്ല, ആവിഷ്കരണമാണ്. സാഹിത്യം അനുകരണമല്ല, ആവിഷ്കരണമാണെന്ന് സ്ഥാപിക്കപ്പെട്ട കാലഘട്ടമാണ് റൊമാൻറ്റിക് കാലഘട്ടം. ഈ കാൽപ്പനിക നിരൂപകന്മാർ, കാൽപ്പനിക കാലഘട്ടത്തിലെ നിരൂപകന്മാർ യഥാർത്ഥത്തിൽ മൂല്യനിർണ്ണയം ചെയ്യുന്നത്, ഒരു കൃതിയെ മൂല്യനിർണ്ണയം ചെയ്യുന്നത് ഭാവനാശക്തിയുടെ അടിസ്ഥാനത്തിൽ ആണ് കവികളെ മൂല്യനിർണ്ണയം ചെയ്യുന്നത്. കവികളുടെ ഭാവനാശക്തി എത്രത്തോളം എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലാണ് കാൽപ്പനികവാദികളായ നിരൂപകന്മാർ നിർണ്ണയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കാൽപ്പനികതയുടെ ഒരു പ്രകടന പത്രിക എന്ന് തന്നെ പറയാവുന്നത് ലിറിക്കൽ ബാരഡ്സിന് എഴുതി കൊടുത്ത വേർഡ്സ്വർത്തിൻ്റെ മുഖവുരയാണ്. ലിറിക്കൽ ബാരഡ്സ് പ്രസിദ്ധീകരിച്ചത് വേർഡ്സ്വർത്ത് തന്നെയാണ്. ലിറിക്കൽ ബാരഡ്സിൽ അതിൻ്റെ മുഖവുരയിൽ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ലിറിക്കൽ ബാരഡ്സിൻ്റെ ആമുഖത്തിൽ, മുഖവുരയിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ: ഒന്ന്, കാവ്യപ്രകൃതി, നാച്ചർ ഓഫ് പോയട്രി; രണ്ട്, പോയറ്റിക് ക്രിയേഷൻ, കാവ്യസൃഷ്ടി; മൂന്ന്, പോയറ്റിക് ഡിക്ഷൻ, കാവ്യഭാഷ. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ലിറിക്കൽ ബാരഡ്സിൻ്റെ മുഖവുരയിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നു. കാവ്യപ്രകൃതി, കാവ്യസൃഷ്ടി, കാവ്യഭാഷ. കാവ്യപ്രകൃതി, കാവ്യസൃഷ്ടി, കാവ്യഭാഷ എന്നിവയെക്കുറിച്ച് ലിറിക്കൽ ബാരഡ്സിൻ്റെ മുഖവുരയിൽ അദ്ദേഹം പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. വേർഡ്സ്വർത്ത് കവിതയ്ക്ക് നൽകിയ നിർവചനം പ്രസിദ്ധമാണ്. കവിത അതിശക്തമായ വികാരങ്ങളുടെ നൈസർഗിക പ്രവാഹമാണ്. പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരങ്ങളിൽ നിന്നാണ് അത് ജന്മം കൊള്ളുന്നത്. പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരങ്ങളിൽ നിന്നാണ് കവിത ജന്മം കൊള്ളുന്നതെന്നാണ് വേർഡ്സ്വർത്ത് സിദ്ധാന്തിക്കുന്നത്. കവിത അതിശക്തമായ വികാരങ്ങളുടെ നൈസർഗിക, പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. അതെ, അതുതന്നെയാണ്. അതിന് പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരങ്ങളിൽ നിന്നൂടെയാണ് അത് രൂപം കൊള്ളുന്നതെന്ന് കൂടെ പറയുന്നു. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ വേർഡ്സ്വർത്തിൻ്റെ കാവ്യ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം മനുഷ്യരോട് സംസാരിക്കുന്ന മനുഷ്യൻ എന്നാണ് കവിയെ അദ്ദേഹം നിർവചിക്കാൻ ശ്രമിച്ച് കാണുന്നത്. മനുഷ്യരോട് സംസാരിക്കുന്ന മനുഷ്യൻ എന്ന് വേർഡ്സ്വർത്ത് കവിയെ നിർവചിക്കുന്നുണ്ട്. അവശ്യസത്യം എന്നൊരു കൽപ്പന അദ്ദേഹം നടത്തുന്നുണ്ട്. അതായത് സങ്കീർണമായ ജീവിതാനുഭവങ്ങൾ, ജീവിതത്തിൽ അങ്ങനെയാണല്ലോ, കവിക്കായാലും ആർക്കായാലും. അപ്പോൾ സങ്കീർണമായ അനേകം ജീവിതാനുഭവങ്ങൾ കവി ഹൃദയത്തിൽ ഉണ്ടാകും, അല്ലേ? അനേകം സങ്കീർണമായ ജീവിതാനുഭവങ്ങൾ കവി ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരംശം മാത്രമാണ് ഓർമ്മയിൽ സൂക്ഷിക്കപ്പെടുക. അപ്പോൾ അനേകം ജീവിതാനുഭവങ്ങൾ കവി ഹൃദയത്തിൽ ഉണ്ടായിരിക്കും, അവയിൽ ഒരംശം മാത്രമാണ് ഓർമ്മയിൽ സൂക്ഷിക്കപ്പെടുക. ഇതിനെയാണ് അവശ്യസത്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വേർഡ്സ്വർത്തിൻ്റെ അഭിപ്രായത്തിലുള്ള അവശ്യസത്യം എന്താണ് എന്നുള്ളത് നമ്മൾ സന്ദേഹമില്ലാത്ത രീതിയിൽ എഴുതണം. സങ്കീർണമായ അനേകം ജീവിതാനുഭവങ്ങൾ കവിഹൃദയത്തിലുണ്ട് എങ്കിലും അതിൽ ഒരംശം മാത്രമാണ് ഓർമ്മയിൽ ശേഷിക്കുന്നത്. അതിനെയാണ് അവശ്യസത്യം എന്നതുകൊണ്ട് വേർഡ്സ്വർത്ത് അർത്ഥമാക്കുന്നത്. എല്ലാ ജ്ഞാനത്തിലും വെച്ച് ആദ്യത്തേതും അവസാനത്തേതുമായ ജ്ഞാനമാണ് കവിത. അത് മർത്യചിത്തം പോലെ അമർത്യമാണ് എന്നും
വേഡ്സ്വർത്ത് പ്രഖ്യാപിച്ച് കാണുന്നുണ്ട്. ഓക്കെ, എന്താണ്? എല്ലാ ജ്ഞാനത്തിലും വെച്ച് ആദ്യത്തേതും അവസാനത്തേതുമായ ജ്ഞാനമാണ് കവിത. മർത്യചിത്തം പോലെ അമർത്യമാണ് അത് എന്ന് വേഡ്സ്വർത്ത് നിരീക്ഷിക്കുന്നു. കാവ്യത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് വേഡ്സ്വർത്ത് ചിന്തിക്കുന്നുണ്ട്. കാവ്യകാരണങ്ങളായി വേഡ്സ്വർത്ത് എടുത്ത് കാട്ടുന്ന പ്രധാന കാരണങ്ങൾ കവിതയുടെ പ്രയോജനമല്ല, കവിതയുടെ കാരണങ്ങൾ യഥാർത്ഥത്തിൽ വ്യത്യസ്തമായ ചില വീക്ഷണങ്ങളും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നിരീക്ഷണവും വർണ്ണനയും കൂടെ ഇതിൻ്റെ ഒരു കാരണമായിട്ട് കരുതപ്പെടും. നിരീക്ഷണവും വർണ്ണനവും, പിന്നെ ഭാവുകത്വം, നിരീക്ഷണവും വർണ്ണനയും, ഭാവുകത്വം, പ്രതിഫലനം. അപ്പോൾ നിരീക്ഷണവും വർണ്ണനയും, ഭാവുകത്വം, പ്രതിഫലനം, ഭാവനയും മനോധർമ്മവും കണ്ടെത്തൽ. ഭാവനയും മനോധർമ്മവും കണ്ടെത്തലും കാവ്യകാരണങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഭാവനയും മനോധർമ്മവും കണ്ടെത്തൽ പിന്നീട് അതിൻ്റെ ഒരു മൂല്യത്തെ നിർണ്ണയിക്കുന്ന ഇത്രയുമാണ് നിർണയ തോത്. അതാണ് ഏറ്റവും ഒടുവിൽ കണക്കാക്കേണ്ടത്. അപ്പോൾ വേഡ്സ്വർത്ത് കണ്ടെത്തുന്ന 6 കാവ്യകാരണങ്ങളാണിത്. നിരീക്ഷണവും വർണ്ണനവും, ഭാവുകത്വം, പ്രതിഫലനം, ഭാവനയും മനോധർമ്മവും കണ്ടെത്തൽ, ഭാവനയും മനോധർമ്മവും, പിന്നെ കണ്ടെത്തൽ, ചില കണ്ടെത്തലുകൾ, പിന്നെ നിർണയം. ഇത്രയുമാണ് 6 കാവ്യം. നിരീക്ഷണവും വർണ്ണനവും, ഭാവുകത്വം, പ്രതിഫലനം. അപ്പോൾ നിരീക്ഷണവും വർണ്ണനയും, ഭാവുകത്വം, പ്രതിഫലനം, പിന്നെ ഭാവനയും മനോധർമ്മങ്ങളും, പിന്നെ കണ്ടെത്തൽ, നിർണയം തുടങ്ങിയവയാണ് പരിഗണിക്കപ്പെടേണ്ട കാവ്യകാരണങ്ങളായി വേഡ്സ്വർത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. മനോധർമ്മം യഥാർത്ഥത്തിൽ ഭാവനയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ആദ്യമായിട്ട് ലോകത്ത് തന്നെ വാദിച്ചത് വേഡ്സ്വർത്താണ്. മനോധർമ്മം ഭാവനയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് വേഡ്സ്വർത്ത് വാദിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചില ആദ്യഘട്ടത്തിലെ എന്നാൽ പ്രാധാന്യമുള്ള കവിതാതത്വ നിരൂപകന്മാരുടെ സിദ്ധാന്തങ്ങൾ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ യവന സാഹിത്യത്തിൽ നിന്നും ആരംഭിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. യഥാർത്ഥ മഹാവിമർശകത്രയം എന്ന് പറയാവുന്നത് പാശ്ചാത്യ സാഹിത്യ ലോകത്തെ പരിഗണിച്ചു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടിൽ, ലോങ്കിനസ്, കോൾറിഡ്ജ് തുടങ്ങിയവരാണെന്ന് കാണാം. അരിസ്റ്റോട്ടിൽ, ലോങ്കിനസ്, കോൾറിഡ്ജ് തുടങ്ങിയവരെയാണ് പാശ്ചാത്യ സാഹിത്യ തത്വവിചാര ലോകത്ത് മഹാവിമർശകത്രയം എന്ന് വിശേഷിപ്പിക്കുന്നത്. മഹാവിമർശകത്രയം എന്ന് അരിസ്റ്റോട്ടിൽ, ലോങ്കിനസ്, കോൾറിഡ്ജ് എന്നിവർക്ക് മഹാവിമർശകത്രയം എന്ന പേര് നിർദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ സെയിൻസ്ബറി എന്ന നിരൂപകനാണ് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ്. മഹാവിമർശകത്രയം എന്ന പേര് നിർദ്ദേശിച്ചത് സെയിൻസ്ബറിയാണ്. അതിലുൾപ്പെട്ടത് അരിസ്റ്റോട്ടിൽ, ലോങ്കിനസ്, കോൾറിഡ്ജ് തുടങ്ങിയവരാണ്. അതുപോലെ തന്നെ കോൾറിഡ്ജ് എഴുതിയ ബയോഗ്രാഫിയ ലിറ്ററേറിയ വളരെ പ്രസിദ്ധമായ ഇംഗ്ലീഷിലെ ഒരു നല്ല വിമർശന ഗ്രന്ഥമായിട്ടാണ് ബയോഗ്രാഫിയ ലിറ്ററേറിയ കോൾറിഡ്ജിൻ്റെ രചനയെ കണക്കാക്കുന്നത്. ഈ കവിത്വശക്തി നശിച്ചതിനാലാണ് കോൾറിഡ്ജ് നിരൂപണം ആരംഭിച്ചത് എന്ന് റെനെ വെല്ലക്ക് വിമർശിക്കുന്നുണ്ട് അദ്ദേഹത്തെ. കോൾറിഡ്ജിൻ്റെ പ്രധാന കൃതികൾ വേറെയുമുണ്ട്. ബയോഗ്രാഫിയ ലിറ്ററേറിയ കൂടാതെ ദ ഫ്രണ്ട്, അതുപോലെ തന്നെ ടേബിൾ ടോക്ക്, ലെറ്റേഴ്സ്, എയ്ഡ്സ് ടു റിഫ്ലക്ഷൻ, lectures on Shakespeare and other poets. ഇതെല്ലാം അദ്ദേഹം രചിച്ച രചനകളാണ്, അദ്ദേഹം നിർമ്മിച്ച. കവിത്വശക്തി നശിച്ചതിനാലാണ് കോൾറിഡ്ജ് നിരൂപണം തുടങ്ങിയതെന്നാണ് റെനെ വെല്ലക്ക് പറയുന്നത്. പക്ഷേ അതൊന്നും അങ്ങനെയല്ല എന്ന് അദ്ദേഹം പിൻകാലത്ത് തെളിയിച്ചിട്ടുണ്ട്. കവിത്വശക്തി നശിച്ചതിനാലാണ് കോൾറിഡ്ജ് നിരൂപണം തുടങ്ങിയതെന്ന് റെനെ വെല്ലക്ക് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അതിനെ ഉല്ലംഘിച്ച വ്യക്തിപ്രഭാവമാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ തെളിയിക്കുവാൻ സാധിച്ചു.
സാഹിത്യ നിരൂപണ ജീവിതത്തിലൂടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഇംഗ്ലീഷിലെ മഹത്തായ വിമർശന ഗ്രന്ഥമായിട്ടാണ് കോൾറിഡ്ജിൻ്റെ ബയോഗ്രാഫി ലിറ്റററിയെ ആൾക്കാർ കാണുന്നത്. കോൾറിഡ്ജ് കവിതയുടെയും ശാസ്ത്രത്തിൻ്റെയും അടിയന്തര ലക്ഷ്യങ്ങളുടെ വ്യത്യാസം കണ്ടെത്തുന്നു. അപ്പോൾ കവിതയുടെയും ശാസ്ത്രത്തിൻ്റെയും അടിയന്തര ലക്ഷ്യങ്ങളുടെ വ്യത്യാസം കോൾറിഡ്ജ് കണ്ടെത്തുന്നത് കവിതയുടെ അടിയന്തര ലക്ഷ്യം ആഹ്ലാദമാണ്, എന്നാൽ അതേസമയം ശാസ്ത്രത്തിൻ്റേത് സത്യവുമാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടെത്തൽ കൂടെ കോൾറിഡ്ജ് നടത്തുന്നുണ്ട്. കവിതയുടെയും ശാസ്ത്രത്തിൻ്റെയും അടിയന്തര ലക്ഷ്യങ്ങൾ അതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്? കവിതയുടെ അടിയന്തര ലക്ഷ്യം ആഹ്ലാദമാണ്. കവിതയുടെ അടിയന്തര ലക്ഷ്യം ആഹ്ലാദവും ശാസ്ത്രത്തിൻ്റേത് സത്യവുമാണ്. കവിതയുടെ അടിയന്തര ലക്ഷ്യം ആഹ്ലാദവും ശാസ്ത്രത്തിൻ്റേത് സത്യവുമാണ്. ശാസ്ത്രത്തിൻ്റെ അടിയന്തര ലക്ഷ്യം എന്ന് പറയുന്നത് സത്യമാണ്. യഥാർത്ഥത്തിൽ കോൾറിഡ്ജ് കവിതയെ നിർവചിക്കാൻ ശ്രമിക്കുന്നത് സത്യത്തിന് പകരം ആനന്ദത്തെ അടിയന്തര ലക്ഷ്യമായി അംഗീകരിച്ചുകൊണ്ട്, സത്യത്തിന് പകരം ആരെയാണ് അടിയന്തര ലക്ഷ്യമായിട്ട് കാണുന്നത്? ആനന്ദത്തെ അടിയന്തര ലക്ഷ്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ശാസ്ത്രകൃതികൾക്ക് എതിരെ നിലകൊള്ളുന്ന ഒരു രചനാജാതിയാണ് കവിത. ശാസ്ത്രരചനകൾക്കെതിരെ നിലകൊള്ളുന്നതാണ്. എന്നാൽ സത്യത്തിന് പകരം ആനന്ദത്തെ അടിയന്തരമായി അംഗീകരിക്കുന്നതാണ് എന്ന് പറയുന്നു. ഇതേ ലക്ഷ്യം പൊതു സ്വഭാവമുള്ള ഇതര ജാതികളിൽ നിന്നും അതിനെ വ്യതിരിക്തമാക്കും. ഈ ലക്ഷ്യമാണ് മറ്റ് കൃതികളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം. ഓരോ ഘടകഭാഗത്തിലും സമഗ്രതയിലും ഇതേ ആഹ്ലാദം ആവിഷ്കരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു സമഗ്രത കൈവരുന്നത്, ഓരോ ഘടകഭാഗത്തിനും സമഗ്രത കൈവരുന്നത് ഈ ആഹ്ലാദത്തെ ആവിഷ്കരിക്കുന്നതിലുള്ള വിജയത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യാത്മാവിനെ മുഴുവനായും ക്രിയാത്മകതയിലേക്ക് നയിക്കുന്നവനാണ് കവി എന്നാണ് കോൾറിഡ്ജ് നിരീക്ഷിക്കുന്നത്. മനുഷ്യാത്മാവിനെ മുഴുവനായും ക്രിയാത്മകതയിലേക്ക് നയിക്കുന്നവനാണ് കവി. യഥാർത്ഥത്തിൽ മൗലിക പ്രതിഭയെ ഇദ്ദേഹവും അംഗീകരിക്കുന്നു. മൗലികമായൊരു പ്രതിഭ ഏതായാലും രചനയ്ക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായാന്തരമില്ല. എന്നാൽ മൗലിക പ്രതിഭയുടെ മുഖമുദ്രകളായി കോൾറിഡ്ജ് ചില ഘടകങ്ങളെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ളത് സംഗീതാത്മകതയുണ്ട്, അതുപോലെ തന്നെ വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് പ്രാധാന്യമുണ്ട്, ബിംബകൽപ്പനയ്ക്ക് പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ ചിന്തയുടെ ആഴവും ഊർജവും. അപ്പോൾ സംഗീതാത്മകത, വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ബിംബകൽപ്പന, ചിന്തയുടെ ആഴവും ഊർജവും ഇവയെല്ലാം മൗലിക പ്രതിഭയുടെ മുഖമുദ്രകളായി കോൾറിഡ്ജ് നോക്കിക്കാണുന്നവയാണ്. യുക്തിചിന്തയെ മാറ്റി നിർത്തി ആലോചിച്ചാൽ മനോധർമ്മം മൂർച്ഛയും ഭാവന ഉന്മാദവുമാണെന്നാണ് കോൾറിഡ്ജിൻ്റെ പക്ഷം. അപ്പോൾ യുക്തിചിന്തയെ മാറ്റി നിർത്തി ആലോചിച്ചാൽ മനോധർമ്മം മൂർച്ഛയാണ്. മനോധർമ്മ മൂർച്ഛയും ഭാവന ഉന്മാദവുമാണ് എന്ന് കോൾറിഡ്ജ് കണ്ടെത്തുന്നു. ഭാവനയെ തന്നെ അദ്ദേഹം പ്രാഥമിക ഭാവന പ്രൈമറി ഇമാജിനേഷൻ എന്നും ദ്വിതീയ ഭാവന സെക്കൻഡറി ഇമാജിനേഷൻ എന്നും രണ്ടായി വിഭജിക്കുന്നുണ്ട്. പ്രാഥമിക ഭാവനയാകട്ടെ എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ്. ദ്വിതീയ ഭാവനയാണെങ്കിൽ കലാകാരന്മാരുടേത് മാത്രമായ സവിശേഷ സിദ്ധിയാണ് ദ്വിതീയ ഭാവന എന്ന് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥമായ ഭാഷയിൽ എഴുതുക എന്ന വേഡ്സ്വർത്തിൻ്റെ ആശയത്തെ കോൾറിഡ്ജ് പൂർണ്ണതോതിൽ അംഗീകരിക്കുന്നില്ല. കാരണം അത് എപ്പോഴും ലളിതമായ ഭാഷയിൽ എഴുതുക എന്നുള്ള നിർബന്ധ ബുദ്ധി അപ്രായോഗികമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. കവി ലോകത്തിൻ്റെ നിയമനിർമ്മാതാവാണെന്ന ഷെല്ലിയുടെ നിരീക്ഷണമെല്ലാം ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. മാത്യു ആർണോൾഡ് തന്നെ വിമർശന രംഗത്തേക്ക് വന്നത് ദ പ്രിഫേസ് ടു ദ പോയംസ് എന്ന ഒരു ഗ്രന്ഥത്തോടെയാണ്. ദി പ്രിഫേസ് ടു ദ പോയംസ് മാത്യു ആർണോൾഡ് രചിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ വിമർശന ഗ്രന്ഥം കൂടിയാണ്. മാത്യു ആർണോൾഡിൻ്റെ കാവ്യനിരീക്ഷണങ്ങളെ പൊതുവിൽ ജീവിത വിമർശനവാദം എന്നാണ് വിളിക്കപ്പെടുന്നത്. അപ്പോൾ മാത്യു ആർണോൾഡിൻ്റെ കാവ്യവീക്ഷണങ്ങളെ ജീവിത വിമർശനവാദം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. വിമർശനത്തെക്കുറിച്ച് ആർണോൾഡ് പറയുന്നത് സർഗാത്മകതയെ അപേക്ഷിച്ച് താണതലത്തിലാണ് വിമർശനം നിലനിൽക്കുന്നതെന്നാണ്. ആർണോൾഡിൻ്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയെ അപേക്ഷിച്ച് തലത്തിലാണ്
വിമർശനം നിലകൊള്ളുന്നത്. അദ്ദേഹം ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്നൊരു പുതിയ രീതി മുന്നോട്ട് വച്ചിട്ടുണ്ട്, ഉരകല്ല് രീതി. അതിൽ പുതിയ കവിതകളെ പ്രാചീന പഴയകാലത്തെ ശ്രേഷ്ഠമായിട്ടുള്ള കവിതകളുമായിട്ട് പുതിയ കാലഘട്ടത്തിലെ കവിതയെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക എന്നുള്ളതാണ് ടച്ച് സ്റ്റോൺ മെത്തേഡിൻ്റെ ഒരു രീതി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ശുദ്ധ കലാവാദത്തിൻ്റെ സവിശേഷതകൾ നോക്കിക്കൊണ്ട് മറ്റുള്ളവരെയും പരിചയപ്പെടാം. ഇന്നത്തേക്ക് ഓക്കെ.